മാർപ്പാപ്പയുടെ വീട്ടിൽ ജിഹാദി കയറിയോന്ന് എനിക്കൊരു സംശയം. അത് വെറുതെ പറയുന്നതല്ല, ഒരു സംഭവം ഉണ്ടായി. ക്രിസ്മസ് വരാൻ പോകണല്ലോ. അതെ, ലോകത്തെമ്പാടും ഉണ്ണീശോയുടെ തിരുപ്പിറവി ആഘോഷിക്കാൻ പോവുകയാണ്. നക്ഷത്രങ്ങൾ ഒരുക്കും, പുൽക്കൂടൊക്കെ ഒരുക്കും. അങ്ങനെ ആഗോള ക്രൈസ്തവ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയുടെ വത്തിക്കാൻ ഒരു രാജ്യം കൂടിയാണല്ലോ, അറിയാം. അപ്പോൾ ആ രാജ്യത്ത് എല്ലാ രാജ്യങ്ങളുടെ എംബസിയൊക്കെ ഉണ്ട്. അവിടെ ഒരു പുൽക്കൂട് ഒരുക്കി എന്ന് വേണമെങ്കിൽ പറയാം. ആ പുൽക്കൂട് നേറ്റിവിറ്റി ഓഫ് ബത്ലഹേം എന്ന പേരിൽ ഈ പുൽക്കൂടും ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. നേറ്റിവിറ്റി ഓഫ് ബത്ലഹേം 2024 അവിടെ ഒരുക്കിയ ഒരു പുൽക്കൂടിൻ്റെ ചിത്രം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആ പുൽക്കൂട്ടിൽ യേശുദേവൻ പിറന്നു കിടക്കുകയാണ്. നമ്മൾ അറിയുന്ന യേശുദേവൻ എവിടെയാണ് ജനിച്ചത്? പുൽക്കൂട്ടിലാണ്. പക്ഷേ വത്തിക്കാനിൽ ഇപ്പോഴത്തെ മാർപ്പാപ്പ നേരിട്ട് കാണുന്ന ആ ഉണ്ണി യേശു കിടക്കുന്നത് കഫ്യയിലാണ്. കഫ്യ എന്ന് പറഞ്ഞാൽ യാസർ അറാഫത്തിനെ ഓർക്കുക, തലയിൽ കിട്ടുന്ന ആ സ്കാർഫ് ഉണ്ടല്ലോ, അതിനാണ് കഫ്യ. അതായത് ഹമാസ് യഹ്യ സിൻവറിനെ ഓർക്കുക, കഫ്യ. അപ്പോൾ ലോകത്തെമ്പാടും പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പലരും ഈ കഫ്യ കെട്ടാറുണ്ട്. നമ്മുടെ പടത്തും പല വിദ്യാർത്ഥികൾ കെട്ടിയപ്പോൾ അവർക്ക് ഡിഗ്രി ഒന്നും കിട്ടാവും, ഇന്ത്യയിൽ പോലും കൊടുക്കാതിരുന്ന സംഭവം കിട്ടാവും. ലോകത്തെമ്പാടും അമേരിക്കയിലൊക്കെ കഫ്യ കെട്ടുന്നവരെ പുറത്താക്കുകയാണ്. അപ്പോൾ ഇവിടെ വത്തിക്കാനിൽ പോൾ ആറാമൻ്റെ പേരിലുള്ള ഹാളിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലുള്ള വത്തിക്കാനിൽ, സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് ഈ പോൾ ആറാമൻ ഹാളെന്നാണ് എൻ്റെ ധാരണ. തെറ്റാണെങ്കിൽ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ തിരുത്തട്ടെ. ഏതായാലും പോൾ ആറാമൻ ഹാളിലാണ് നേറ്റിവിറ്റി ഓഫ് ബത്ലഹേം എന്ന പേരിൽ ഉണ്ണീശോൻ്റെ ഈ രൂപക്കൂടുണ്ടാക്കി. പക്ഷേ പുൽത്തൊട്ടിലിന് പകരം കഫ്യയിൽ ഉണ്ണീശോ കിടക്കുന്നത്. അത് നോക്കിക്കൊണ്ട് മാർപ്പാപ്പ ഇരിക്കുന്ന ഒരു ചിത്രവും വല്ലാതെ ഞെട്ടിപ്പോയി. അത് നോക്കൂ, വത്തിക്കാനിൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ്റെ മുന്നിൽ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഉണ്ണീശോ കിടക്കുന്നത് കഫ്യയിലാണ്. അതിൻ്റെ അർത്ഥതലങ്ങളും നോക്കണം, ഭയങ്കര ഷോക്കിംഗ് ആണ്. അതെ, വല്ലാതെ ഞെട്ടിപ്പോയി. അപ്പോൾ നോക്കിയത് അന്വേഷിച്ചപ്പോൾ ജോണി അന്റോണിയ ഫാറ്റൻ, പിന്നെ ജോണി അന്റോണിയ ഫാറ്റൻ നസ്നാസ് മിറ്റ്വാസി എന്ന് രണ്ട് പേരാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയത്, ഉണ്ണീശോയുടെ ഈ രൂപത്തിൻ്റെ പ്രദർശനം ഉണ്ടാക്കിയത്. ഇവർ രണ്ടുപേരും പലസ്തീനികളാണ്. ഹയർ പ്രസിഡൻഷ്യൽ കമ്മിറ്റി ഫോർ ചർച്ച് അഫെയർസ് ഇൻ പലസ്തീൻ എന്ന് പറയുന്നൊരു സംഘടന. അപ്പോൾ നമ്മളോർക്ക് പള്ളിക്കാര്യങ്ങൾ നോക്കാൻ ഹയർ പ്രസിഡൻഷ്യൽ കമ്മിറ്റി ഫോർ ചർച്ച് അഫെയർസ് ഇൻ പലസ്തീൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് പള്ളിയുമായി ബന്ധപ്പെട്ട എന്താണെന്ന് നോക്കും. പക്ഷേ ഈ സംഘടന PLOയുടെ ഒരു ബ്രാഞ്ചാണ്, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. അതിൻ്റെ ബ്രാഞ്ചാണ് ഈ സംഘടന. അത് PLO നമ്മൾ യാസർ അറാഫത്തിന് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അയാളൊരു കൊടും ഭീകരനായിരുന്നു. അറാഫത്തിൻ്റെ PLO ആയിരക്കണക്കിന് ആളുകളെയാണ് കൊന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇയാൾ ഒലീവ് ചില്ലയൊക്കെ കാണിച്ചിട്ട് സമാധാന ദൂതനായി നോബൽ സമ്മാനമൊക്കെ മേടിച്ചത്. പക്ഷേ അയാളുടെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ള ഒരു ഭീകര സംഘടനയായിരുന്നു PLO. പിന്നീട് അതിൻ്റെ പ്രവർത്തന രീതിയൊക്കെ മാറി എന്നതുകൊണ്ട് അയാൾ ചെയ്ത കൂട്ടക്കൊലകൾ, രക്തച്ചൊരിച്ചിലുകളൊന്നും ഇല്ലാതാവുന്നില്ല. ഇപ്പോൾ ക്രൂരനായ ഭരണാധികാരിക്ക് മാനസാന്തരം വന്നപ്പോൾ മഹാനായി. അപ്പോൾ PLO എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരുപാട് ക്രിസ്ത്യാനികളുടെയും ഒരുപാട് ജൂതന്മാരുടെയും ചോര പുരണ്ട ചരിത്രമുണ്ട്. അത് മാത്രമല്ല, ഇവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിമാനങ്ങൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് മനുഷ്യരെ കൊന്നിട്ടുണ്ട്, സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട് PLO. ആ PLOയുടെ ഒരു ബ്രാഞ്ച് ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ PLO ബന്ധമുള്ള സംഘടനയാണ് ഹയർ പ്രസിഡൻഷ്യൽ കമ്മിറ്റി ഫോർ ചർച്ച് അഫെയർസ് ഇൻ പലസ്തീൻ. ഇവർ പ്രവർത്തിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഈ സംഘടനയുടെ ലിങ്ക്സ് പ്രവർത്തിക്കുന്ന വത്തിക്കാനിലുള്ള പലസ്തീൻ എംബസിയാണ്. അപ്പോൾ വത്തിക്കാനിലുള്ള പലസ്തീൻ എംബസി, ഹയർ പ്രസിഡൻഷ്യൽ കമ്മിറ്റി ഫോർ ചർച്ച് അഫെയർസ് ഇൻ പലസ്തീൻ എന്ന് പറയുന്ന പാലസ്തീനി ജിഹാദി സംഘടന ജോണി അന്റോണിയ ഫാറ്റനും നസ്നാസ് മിറ്റ്വാസി എന്ന് പറയുന്ന ആളും വഴി ഉണ്ടാക്കിയ പുൽക്കൂടിൽ ഉണ്ണീശോ പിറന്നത് കഫ്യയിലാണ്. അപ്പോൾ കണക്ഷൻ വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത് വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ വീട്ടിൽ ജിഹാദി കയറി. അത് ലോകത്തിന്റെ മുമ്പിൽ അവരത് കാണിച്ചു കൊടുത്തു. ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ഇതെല്ലാം കണ്ടിട്ട് പാപ്പ പ്രസംഗിച്ചെന്നാ അറിയോ? ബത്ലഹേമിലും മറ്റുള്ളിടത്തും
ഒക്കെ നടക്കുന്ന നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരും കൊല്ലപ്പെടുന്നത് കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെ ഓർക്കണം നമ്മൾ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഗാസയിലും ഒക്കെ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവിടെ നമ്മുടെ സഹോദരങ്ങളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തുള്ള ക്രൈസ്തവർ, കത്തോലിക്കരെല്ലാം ഓർമ്മിക്കണമെന്ന് മഹാനായ പാപ്പ പറയുകയും ചെയ്തു. അദ്ദേഹം ഒക്ടോബർ 7 കൂട്ടക്കൊലയെക്കുറിച്ചൊന്നും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഏതായാലും അവിടെ നിൽക്കട്ടെ, അത് ക്രൈസ്തവ മതവിശ്വാസികളുടെ പ്രശ്നം ആണ്. പക്ഷേ നമ്മളത് കാണുന്നത് ക്രൈസ്തവരുടെ മാത്രമല്ല, മാനവികതയുടെ പ്രശ്നമാണ്. കാരണം ഇപ്പോൾ ഈ ഇസ്രയേലികളെ കൂട്ടക്കൊല ചെയ്തതിനെക്കുറിച്ച് ഈ പറഞ്ഞ ഹമാസ് അനുഭാവികളായ ആളുകൾ പറയുന്നത്, അല്ല മീഡിയ വൺ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത്, അത് ഹമാസിൻ്റെ പലസ്തീനികളുടെ പ്രതിരോധമാണ്. നിങ്ങൾ പ്രതിരോധം നടത്താൻ വേണ്ടിയിട്ട് പട്ടാളക്കാരെ കൊല്ല് വേണമെങ്കിൽ, അല്ലേ? നിങ്ങളുടെ ശത്രുക്കൾ അവിടുത്തെ ഇസ്രായേലിൻ്റെ പട്ടാളക്കാരാണ്. അവിടെ പാട്ട് പാടാൻ വന്നവർ, അവിടുത്തെ കുഞ്ഞുങ്ങൾ, അവിടെ ആഘോഷിക്കാൻ വന്ന, സന്തോഷവതികളായിരിക്കാൻ വന്ന സ്ത്രീകൾ, അവരെ കൂട്ടക്കൊല ചെയ്യാൻ, അവരെ ബലാത്സംഗം ചെയ്യാൻ, അതെന്ത് പ്രതിരോധമാണ്? ബലാത്സംഗം നടത്തിയാണോ പ്രതിരോധിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ കഴുത്തറുത്താണോ പ്രതിരോധിക്കുന്നത്? അപ്പോൾ അവരുടെ ലക്ഷ്യം നേടാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യാം? ഇസ്രായേൽ 2 ബോംബിട്ട് ആശുപത്രിയിൽ പോയി, ആശുപത്രിയിൽ കുറേ ആൾ വന്ന് താമസിക്കും. ആശുപത്രിയുടെ അടിയിൽ, ഭൂമിക്കടിയിൽ ബങ്കർ ഉണ്ടാക്കി ഭീകരവാദികളിരിക്കും, ഹമാസുകാരിക്കും. ആശുപത്രിയിൽ രോഗികളുടെ കൂടെ വന്ന് ഹമാസ് ഇരിക്കും. ഇവരെ കൊല്ലാനായിട്ട് ഇസ്രായേൽ വെടിവെക്കുമ്പോൾ ചിലപ്പം 2-3 രോഗികളും മരിച്ചു പോകും. അത് രോഗികളെ കൊന്നു, സ്ത്രീകളെ കൊന്നു, കുഞ്ഞുങ്ങളെ കൊന്നു, ഗർഭിണികളെ കൊന്നു എന്ന് പറയുന്ന ആളുകളാണ് ഈ സമാധാനത്തിൻ്റെ വക്താക്കൾ. ഇരവാദം അല്ലേ? ഇരവാദം. അപ്പം ഞാൻ ആലോചിക്കുന്നത്, മാർപ്പാപ്പ അത്ര സുരക്ഷിതനാണോ? പാപ്പയുടെ തിരുസന്നിധാനത്ത് യേശുദേവൻ്റെ അവിടെയാണല്ലോ യേശുദേവനെ ഏറ്റവും പ്രതീകാത്മകമായി ആ തിരുപ്പിറവി ആഘോഷിക്കുകയും പ്രതീകാത്മകമായി ചിത്രീകരിക്കുകയും വേണ്ടുന്ന സ്ഥലമാണ് പോൾ 6 ഹാൾ. ആ ഹാളിൽ ഉണ്ടാക്കി വെച്ച, ക്രിസ്മസിന് മുമ്പേ ഉണ്ടാക്കി വെച്ചു, തിരുപ്പിറവിയുടെ ദർശനം ഇങ്ങനെയാണോ വേണ്ടത്? കഫിയയിൽ ഉണ്ണീശോനെ കിടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രൈസ്തവരുടെ കൂട്ടായ്മയ്ക്കുള്ളിൽ പോലും നുഴഞ്ഞു കയറാൻ അവർക്ക് കഴിയുന്നു. വത്തിക്കാനിൽ പോലും കഴിയുന്നു. ഇത് നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും നമുക്കിത് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നേറ്റിവിറ്റി ഓഫ് ബെത്ലഹേം എന്ന് പറയുന്ന ഈ പരിപാടി അത്യാവശ്യം വിവാദമായപ്പോഴത്തേക്ക് വത്തിക്കാൻ വളരെ പെട്ടെന്ന് അത് മാറ്റി. അപ്പോൾ അത് മാറ്റി. എന്നിട്ട് എന്തുകൊണ്ട് മാറ്റി എന്ന് ചോദിച്ചാൽ വത്തിക്കാന് നോ റെസ്പോൺസ്, പ്രതികരണമില്ല. അപ്പോൾ അത് അതീവ ഗുരുതരമായതുകൊണ്ടാണ് അത് മാറ്റിയത്. അല്ലെങ്കിൽ വത്തിക്കാനിൻ്റെ മാർപ്പാപ്പയുടെ അവിടെയുള്ള ഭരണകൂടത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ അനുമതി ഇല്ലാതെയാണ് ഇതുണ്ടാക്കിയത്. അതുകൊണ്ടാണല്ലോ മാറ്റിയത്. അത് മാത്രമല്ല, ക്രിസ്ത്യാനിറ്റിക്ക്, ക്രൈസ്തവ സമൂഹത്തിന്, ക്രൈസ്തവ വിശ്വാസത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായതുകൊണ്ടാണ് മാറ്റിയത്. ജൂതന്മാരും ക്രിസ്ത്യാനികളും അടക്കം എന്തുമാത്രം ദുരിതമാണ് ഈ ഇസ്രായേൽ മേഖലയിലൊക്കെ അനുഭവിച്ചത്. അത് മാത്രമല്ല, വിശ്വാസപരമായി ഈ യേശുദേവൻ പുൽത്തൊട്ടിയിലാണ് ജനിച്ചത്. അതിനെ കഫിയക്കകത്ത് ജനിക്കുക എന്ന് പറഞ്ഞാൽ, യേശുദേവൻ ഇസ്ലാമിൻ്റെ ഈ പുൽത്തൊട്ടി കിടക്കയിലല്ലേ? കിടക്കയിൽ ഒരു കുഞ്ഞിനെ കിടത്തുന്ന എന്തിനാണ്? കിടക്കയ്ക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പം അത് മാറ്റിയിട്ട് കഫിയ വെക്കുമ്പോൾ യേശുദേവനെ ഇസ്ലാമായിട്ട് കാണുകയാണ്. അവരാണ് സംരക്ഷിക്കുന്നത്. അങ്ങനെയൊക്കെ വായിക്കാം. ഒരുപാട് തലത്തിൽ ഇത് വ്യാഖ്യാനിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ മറ്റേ കൊച്ചി ബിനാലെ വരുമ്പോൾ ചില എന്താണ് ഉണ്ടാക്കുന്നത്, ഇൻസ്റ്റലേഷൻസ് ഇത് നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ അതിൻ്റെ നിർമ്മാതാക്കൾ പറയും ഇതങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്നൊക്കെ പറയും. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ, ഒരു പെയിൻറ്ററുടെ ഒരുപാട് ചിത്രങ്ങളെല്ലാം കണ്ടിട്ട് ഒരാൾ പറഞ്ഞു, ഏറ്റവും മനോഹരമായ പടം ഈ പടമാണെന്ന് പറഞ്ഞു. ഇതെന്താ എങ്ങനെ അങ്ങ് വരച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രം മതി, ഞാൻ വരച്ചൊന്നുമില്ല, എൻ്റെ മഷിക്കുപ്പി മറിഞ്ഞു വേണം. അതാണ് മനോഹരം. അതാണ് ഏറ്റവും വ്യാഖ്യാനിച്ച് കാണാൻ വന്ന ആസ്വാദകൻ വ്യാഖ്യാനിച്ച് അത് ഒരുപാട് അർത്ഥം തരാൻ പറ്റി. പക്ഷേ അത് സംഭവിച്ചത് ഈ ആർട്ടിസ്റ്റ് വരച്ചോണ്ട് പോകുമ്പോൾ മഷിക്കുപ്പി മറിഞ്ഞ് ക്യാൻവാസിൽ വീണതാണ്. അത് ഉണങ്ങാൻ വേണ്ടി പുള്ളി വെച്ചതാണ്. അത് ഡിസ്പ്ലേ ചെയ്തതല്ല, ഉണങ്ങാൻ വെച്ചതാണ്. അപ്പോൾ അതിന് അർത്ഥങ്ങൾ കണ്ടുപിടിച്ച ആളുകളുണ്ട്, ആസ്വാദകരുണ്ട്. എന്ന് പറയുന്നത് പോലെ യേശുദേവനെ ലോകത്തിൻ്റെ രക്ഷകനായി ലോകത്തിലെ ഒരു വലിയ ജനവിഭാഗം, മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ മതം ഇസ്ലാം ഒന്നുമല്ല, ക്രിസ്ത്യാനിയാണ്, ക്രൈസ്തവ മതമാണ്, ക്രിസ്തു മതമാണ്. ആ മതം മുഴുവൻ നെഞ്ചേറ്റുന്ന പുണ്യരൂപനായ യേശുദേവൻ ജനിച്ചത് പുൽത്തൊട്ടിയിലാണെന്നുള്ള വിശ്വാസം ഇരിക്കെ എന്തിന് യേശുദേവനെ ലോക ഭീകരതയുടെ അടയാളമായി ആളുകൾ, ഇന്ന് കഫിയ കണ്ട ആൾക്ക് പേടിയാണ്, അല്ലേ? സിക്കുകാരൻ്റെ തലപ്പം കൊണ്ട് ആർക്കും പേടിയില്ല. കഫിയ ചുറ്റി വരുന്ന ഒരാളെ കണ്ടാൽ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും പേടിയാണ്. എയർപോർട്ടിൽ കയറാൻ പറ്റില്ല കഫിയ ധരിച്ചുകൊണ്ട്. എന്തുകൊണ്ടാണ്? ഭയമാണ്. ആ കഫിയയ്ക്കുള്ളിൽ യേശുദേവനെ കിടത്തിയിരിക്കുന്നു. അപ്പോൾ വത്തിക്കാനിലും ജിഹാദി കയറിയിട്ടുണ്ട്. അവർ ഉണ്ണീശോയെ വരെ വെറുതെ വിടുന്നില്ല.
ഇതാണ് ലോകത്തുണ്ടാകുന്ന മാറ്റം. ഏതായാലും ആ ചിത്രം കൂടെ നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കാണിക്കാം. അപ്പോൾ എനിക്ക് വളരെ സങ്കടകരമാണ്, പ്രേക്ഷകർ കാണണം. ആ ചിത്രത്തിൽ ഈ കഫിയയ്ക്കുള്ളിൽ ഉണ്ണി ഈശോ കിടക്കുമ്പോൾ തൊട്ടടുത്ത് ആ വീൽ ചെയർ പോലെയുള്ള കസേരയിൽ പാപ്പ അത് നോക്കിയിരിക്കുന്നുണ്ട്. നോക്കിയിരുന്നതിന് ശേഷം പാപ്പയ്ക്കുണ്ടായ തിരിച്ചറിവിൻ്റെയും അല്ലെങ്കിൽ വീണ്ടും വിചാരത്തിൻ്റെയും ഭാഗമായിട്ടാണ് അത് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് നീക്കം ചെയ്തതെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ, മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണല്ലോ, ഹമാസ് നമ്മുടെ സഹോദരന്മാരാണല്ലോ എന്ന് പാപ്പ പറയാതിരുന്നത്, അല്ലെങ്കിൽ പാപ്പയ്ക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ വരാതിരുന്നത് മഹാഭാഗ്യം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കേണമേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.